നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് 1 അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ. വാടാനപ്പള്ളിയിൽ ചിതയൊരുക്കിയ ശേഷം വീട്ടമ്മയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ചാലക്കുടി പുഴയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരുവന്നൂർ പുഴമുഖത്തെ കമാൻഡാമുഖം തകർന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് 1 അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ. ഇത് മൂന്നാം ദിവസമാണ് അവധി പ്രഖ്യാപിക്കുന്നത്. തൃശൂർ ജില്ലയിൽ മഴയും കാറ്റും തുടരുന്നതിനാലും പല സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനായി മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ഓഗസ്റ്റ് 1 ജില്ലയിൽ അംഗനവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICS സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക്, കോഴ്സുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. വാടാനപ്പള്ളിയിൽ ചിതയൊരുക്കിയ ശേഷം വീട്ടമ്മയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് വീട്ടുപറമ്പിൽ ചിതയൊരുക്കി ജീവനൊടുക്കിയ നിലയിലാണ് കണ്ടെത്തിയത്. ഏഴാങ്കല്ല് കോഴിശ്ശേരി പരേതനായ രമേശിന്റെ ഭാര്യ 52 വയസ്സുള്ള ഷൈനിയാണ് മരിച്ചത്. 1 വർഷം മുമ്പ് ഇളയ മകൾ കൃഷ്ണ മരിച്ചിരുന്നു. അന്നു മുതൽ മാനസിക വിഷമത്തിലായിരുന്നു. ദുബൈയിലായിരുന്ന മൂത്ത മകൾ ബിലു ചൊവ്വാഴ്ച പുലർച്ചെ എത്തിയപ്പോഴാണ് വീട്ടിനകത്ത് ആത്മഹത്യാക്കുറിപ്പ് കണ്ടത്. ഇതോടെ സമീപവാസികളെ വിളിച്ച് നടത്തിയ തിരച്ചിലിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഷൈനിയുടെ മൃതദേഹം കണ്ടത്. വിറകുകൾ അടുക്കി വെച്ച് ചിതയൊരുക്കി ശരീരത്തിലും വിറകിലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചാണ് ആത്മഹത്യ ചെയ്തതെന്ന് സൂചനയുണ്ട്. പെട്രോൾ ഒഴിച്ച പാത്രവും സമീപവും ഉണ്ടായിരുന്നു. ചാലക്കുടി പുഴയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷനിൽ TSR ഫാക്ടറിക്ക് സമീപം പുഴയരികിലാണ് കാട്ടാനയുടെ ജഡം കിടക്കുന്നത്. മലവെള്ളത്തിൽ ഒഴുകി വന്നു എന്നതാണ് നിഗമനം. ആനയുടെ മസ്തകവും പുറവും മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണുവാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൊമ്പനാണോ പിടിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വാഴച്ചാൽ ഇരുമ്പുപാലത്തിനടിയിലൂടെ കാട്ടാന ഒഴുകിപ്പോയിരുന്നു. നാട്ടുകാരാണ് ജഡം കണ്ടത്. വനപാലകരെ വിവരം അറിയിച്ചിട്ടുണ്ട്. കരുവന്നൂർ പുഴമുഖത്തെ കമാൻഡാമുഖം തകർന്നു. കരുവന്നൂർ പുഴമുഖത്തെ കമാൻഡാമുഖം തകർന്നു. പുഴയിൽ നിന്നും ഹെർബർട്ട് കനാലിലേക്ക് വെള്ളമെത്തുന്ന കോൺക്രീറ്റ് കടയാണ് തകർന്നത്. ചേർപ്പ് ചാളൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, പോലീസ്, നാട്ടുകാർ എന്നിവർ നോക്കി നിൽക്കുകയായിരുന്നു കട തകർന്നത്. 2018 പ്രളയത്തിന് സമാനമായി വലിയൊരു പ്രദേശം വെള്ളക്കെട്ടിലാവുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. പഴക്കം ചെന്ന പാലത്തിന്റെ കോൺക്രീറ്റ് ബീമിന്റെ ഒരു ഭാഗം തകർന്ന് പലക തള്ളിയിരുന്നു. കഴ പൂർണ്ണമായും തകർന്നതോടെ പുഴയിൽ നിന്നുള്ള വെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായി ഒഴുകുകയാണ്. പുഴയുടെ തീരത്തും സമീപത്തും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതും സുരക്ഷിത സ്ഥലങ്ങളിലേക്കും ചേർപ്പ് ഗ്രാമോദ്ധാരണ സ്കൂളിൽ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുള്ള ക്യാമ്പിലേക്കും താമസം മാറേണ്ടതാണെന്ന് ചേർപ്പ് സെക്രട്ടറി അറിയിച്ചു. വീടുകളിൽ സർട്ടിഫിക്കറ്റുകൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്നിവ വെള്ളം കയറാതെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി സൂക്ഷിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി MLA A. ടൈസൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പോലീസ്, ജനപ്രതിനിധികൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
ബന്ധപ്പെട്ട് എസ്എച്ച്മാരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 4 എസ്എച്ച്മാരുടെ പ്രവർത്തനങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. വാർത്താ നേരം തുടരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത 7 ദിവസത്തിനകം സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ ഉത്തരവിട്ടു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിക്കുകയും അന്വേഷണത്തിൽ ശരിയെന്ന് ബോധ്യപ്പെട്ടതിനാലും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ദുരന്ത സാധ്യത ഒഴിവാക്കേണ്ടതും റോഡ് സഞ്ചാരയോഗ്യമാക്കി 7 ദിവസത്തിനകം ജില്ലാ കളക്ടർക്ക് നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നതിനാൽ കുറ്റിപ്പുറം കേരള റോഡ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ ദുരന്ത നിവാരണ നിയമം അധ്യായം 10 പ്രകാരം ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ കൂടിയായ കളക്ടർ ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വാട്സ്ആപ്പ് കൂട്ടായ്മ. കേരളത്തിലെ പ്രമുഖ കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഞാറ്റുവേലയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ സംഭാവന നൽകിയത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, കവി PN ഗോപികൃഷ്ണൻ, PS ഷാനു, അഷ്റഫ് പേങ്ങാട്ടിൽ എന്നിവരാണ് കളക്ടറേറ്റിലെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് തുക കൈമാറിയത്. അയ്യന്തോൾ കളക്ടറേറ്റിലെ അനക്സ് ഹാളിൽ ദുരിതാശ്വാസ സാമഗ്രികളുടെ ശേഖരണം താൽക്കാലികമായി നിർത്തി. വയനാടിനായി തൃശൂർ 5 ലോഡ് അവശ്യവസ്തുക്കളുമായി വാഹനങ്ങൾ പുറപ്പെട്ടു. വയനാട്ടിലെ പ്രളയക്കെടുതിയിൽ ദുരിതത്തിലായവർക്ക് കൈത്താങ്ങായി തൃശൂർ 5 ലോഡ് അവശ്യവസ്തുക്കളുമായി പിക്കപ്പ് ട്രക്കറിലും ടെമ്പോ ട്രാവലറിലും ജീപ്പുകളിലുമായി ദുരിതബാധിത പ്രദേശത്തേക്ക് പുറപ്പെട്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ കളക്ടറേറ്റിലെ അനക്സ് ഹാളിൽ ശേഖരിച്ച ദുരിതാശ്വാസ സാമഗ്രികൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ എത്തിക്കുന്നതിന് ആയിരങ്ങളാണ് പങ്കുചേർന്നത്. ചുരുങ്ങിയ സമയത്തിൽ തന്നെ ഒട്ടേറെ സംഭാവനകൾ എത്തിത്തുടങ്ങി. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ളവർ യജ്ഞത്തിന്റെ ഭാഗമായി. അവശ്യവസ്തുക്കളുടെ ശേഖരണം താൽക്കാലികമായി നിർത്തിയതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കൂടുതൽ സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കും. അരി, കുടിവെള്ളം, പാക്ക് ചെയ്ത ഭക്ഷ്യസാമഗ്രികൾ, പുതിയ വസ്ത്രങ്ങൾ, പുതപ്പുകൾ, പായകൾ, തലയണകൾ, മറ്റ് അനുബന്ധ സാമഗ്രികൾ, ശുചീകരണ സാധനങ്ങൾ, സോപ്പ് പൊടി, ബ്ലീച്ചിങ് പൗഡർ, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, ബിസ്ക്കറ്റ്, റസ്ക്, സാനിറ്ററി നാപ്കിൻ, ടവൽ തുടങ്ങിയ സാമഗ്രികളാണ് കയറ്റി അയച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ അടിയന്തര യോഗം ചേർന്നു. മണ്ഡലത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചൊവ്വന്നൂർ BDO വിനീത് KMനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ദുരന്ത നിവാരണ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർവഹിക്കണമെന്നും ഇതിന് കാലതാമസം വരുത്താൻ ഇടവരുതെന്നും MLA അറിയിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കൽ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കൽ, അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിച്ചു നീക്കൽ എന്നിവ അടിയന്തരമായി നടത്തണം. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ താഴെത്തലം മുതൽ ദുരിതമനുഭവിക്കുന്ന മേഖലകളിൽ ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കണം. ഇതിന്റെ വിലയിരുത്തൽ യോഗം എല്ലാ ദിവസവും ചേരണം. പോലീസ്, അഗ്നിശമന സേന വകുപ്പുകളുടെ ഏകോപനവും യോഗത്തിൽ ഉറപ്പുവരുത്തി. ആവശ്യഘട്ടങ്ങളിൽ ചികിത്സ, മരുന്നുകളുടെ വിതരണം, രോഗീ പരിചരണം എന്നിവ ആരോഗ്യ വിഭാഗം നടത്താൻ സന്നദ്ധമാണെന്ന് ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ യോഗത്തെ അറിയിച്ചു. മണ്ണിടിച്ചിൽ ഭാഗത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കൽ, അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കൽ എന്നിവ സമയബന്ധിതമായി തന്നെ നടപ്പാക്കാൻ തഹസിൽദാർക്ക് MLA നിർദ്ദേശം നൽകി. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI രാജേന്ദ്രൻ, TR ഷോബി, K രാമകൃഷ്ണൻ, ES രേഷ്മ, മീന സാജൻ, ചിത്ര വിനോബാജി, S വസന്തിലാൽ, ഡെപ്യൂട്ടി കളക്ടർ അമൃതവല്ലി, തഹസിൽദാർ OB ഏമ, SP സന്തോഷ് സിയ,
വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് 1 അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ. വാടാനപ്പള്ളിയിൽ ചിതയൊരുക്കിയ ശേഷം വീട്ടമ്മയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ചാലക്കുടി പുഴയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരുവന്നൂർ പുഴമുഖത്തെ കമാൻഡ മുഖം തകർന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.